إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوان والأخوات اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون സത്യവിശ്വാസികളെ സഹോദരികളെ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സദാസമയവും പാലിച്ചും പകർത്തിയും തഖ്വയുള്ളവരായിരിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സലഫിൻ്റെ മാർഗത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. സലഫ് എന്നാൽ എന്താ, ആരാണെന്നും അവരെ വഴി എന്താണെന്നും ആ വഴിയുടെ അഥവാ അവർ മതപരമായി വിശ്വസിച്ച് അനുഷ്ഠിച്ച് ആചരിക്കുന്ന പ്രമാണങ്ങൾ സ്വതന്ത്രമായത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ, എങ്കിൽ അത് യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള വഴി ഈ സലഫിന്റെ മൻഹജ് സ്വീകരിക്കൽ മാത്രമാണ്. ആ പാത, ആ മാർഗം, ആ വഴി സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പല വിധേനയുള്ള ആരോപണങ്ങളും നമ്മളെ സംബന്ധിച്ച് പറയാറുണ്ട്. ഞാൻ അതിനൊന്നും ഇവിടുന്ന് മറുപടി പറയുകയല്ല. ഇവരെ ഖുർആൻ തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്നവരാണ്, തോന്നിയ പോലെ അർത്ഥം പറയുന്നവരാണ്, ഡിക്ഷണറി നോക്കി അർത്ഥം പറയുന്നവരാണ്, ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മെ സംബന്ധിച്ച് പലപ്പോഴും കേൾക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ, നമ്മൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്.
അത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഖുർആൻ അതൊരു പുസ്തകമല്ല. അത് അറബിയിലുള്ള, അറബി പഠിച്ച ഏത് ആൾക്കും വായിച്ച് അർത്ഥം പറയാൻ പറ്റിയ ഒരു പുസ്തകം അല്ല. അത് അറബിയിലുള്ള ഒരു കിതാബ് അല്ല. ഭാഷ അറിയുന്ന ആൾക്ക് താൻ വിചാരിച്ച പോലെ ആശയങ്ങളും അർത്ഥവും പറഞ്ഞു ഒപ്പിച്ചുകൊണ്ട് വളച്ച് തിരിച്ച് ദുർവ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. എന്നാ പിന്നെ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ കലാമാണ്. ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. റസൂലിൽ നിന്ന് സ്വഹാബത്താണ് അത് കേട്ടത്. ആ സ്വഹാബികളിൽ നിന്ന് താബിഈകളും തബഉ താബിഈകളും. ഇത് നമ്മളിപ്പോ ഒരു വളരെ പ്രാവശ്യമായി ആവർത്തിച്ച് പറയുന്നു. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? എങ്ങനെയാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്? എങ്ങനെയാണ് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തത്? എങ്ങനെയാണ് അള്ളാഹ് വിവരിച്ചത്? ഖുർആനിന്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് ആരാ? അള്ളാഹുവാണ്. അതാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതല്ലെങ്കിൽ ഖുർആനിനെ നബിയുടെ സുന്നത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുക. അതിലും കണ്ടില്ലെങ്കിൽ സ്വഹാബത്തിന്റെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക. അല്ലെങ്കിൽ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. പിന്നീട് താബിഈകൾ. അപ്പോ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അല്പ ഉദാഹരണങ്ങളാണ് ഞാൻ കേൾപ്പിക്കുന്നത്. എങ്ങനെയാണ് ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് തലയിൽ കയറുന്നൊരു വിഷയം അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ശരിക്ക് ശ്രദ്ധിക്കുക എന്ന് പറയാൻ കാരണം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ പറഞ്ഞ, മൊത്തത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ ആ ഖുർആനിൽ തന്നെ അള്ളാഹു അത് വിശദീകരിച്ചിട്ടുണ്ടാകും. അതാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. മൊത്തത്തിൽ പൊതുവായി ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യം, അതിന്റെ വിശദീകരണം മറ്റ് ആയത്തുകളിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകും. ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 1-ാമത്തെ ആയത്ത്, അതിന്റെ ഏകദേശം അവസാന ഭാഗത്ത്, വഹില്ലത്ത് ലക്കും ബഹീമത്തുൽ അൻആമി ഇല്ലാ മാ യുത്ലാ അലൈക്കും. വഹില്ലത്ത് ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, ബഹീമത്തുൽ അൻആമി, നാൽക്കാലി മൃഗങ്ങൾ, ഇല്ലാ മാ യുത്ലാ അലൈക്കും, പിന്നീട് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത് ഒഴികെ. 1-ാമത്തെ ആയത്തിൽ അത്രേ പറഞ്ഞോളൂ. പിന്നീട് ഓതി കേൾപ്പിക്കപ്പെടുന്നത് ഒഴികെ. എല്ലാ നാൽക്കാലിയും ഹലാലാണോ? അല്ല. എന്നാ പിന്നെ ഹറാം ഏതാണ്? അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടാത്തതെന്ന് പറഞ്ഞ്. അതേതാണെന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. ഇപ്പൊ കണ്ടോ, നമ്മൾ ഒപ്പിക്കണ്ട, നമ്മൾ കണ്ടെത്തണ്ട, നമ്മൾ ഖുർആനിലുണ്ടോ എന്ന് പരതിയാൽ മതി. മാഇദയിലെ തന്നെ 3-ാമത്തെ ആയത്ത്, ഹിർരിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹമുൽ ഖിൻസീർ എന്നിങ്ങനെ തുടങ്ങുന്ന ഏകദേശം ഒരു 5-10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ്. അഥവാ മൃഗങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നാശമടഞ്ഞത് നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതാണ് പിന്നീട് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് ഏതൊക്കെയാണ്? 1, മൈത്തത്ത്, ശവം. നാൽക്കാലി നാശമടഞ്ഞാൽ, സ്വയം നാശമടഞ്ഞാൽ തിന്നാൻ പറ്റില്ല, ചത്തുപോയാൽ തിന്നാൻ പറ്റില്ല. അതേ പ്രകാരം തന്നെ രക്തം, ലഹമുൽ ഖിൻസീർ, പന്നിമാംസം. ഇത്
നസ്സായിട്ട് ഖുർആൻ എണ്ണി എണ്ണി പറയാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്, ഇഹ്ലാൽ ചെയ്യപ്പെട്ടത്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത് പറഞ്ഞാൽ ഉള്ളാളത്തേക്ക് നേർച്ചാക്കിയ ആട്, അല്ല മൂരി, അല്ല കപ്പോത്ത്, അല്ല ഇപ്പെട്ട്, ഇതെന്താ, ഇത് ഉള്ളാത്തൊക്കെയുള്ള ആടാണ്. പഴയ കാലത്തെല്ലാം കഴുത്തിൽ സഞ്ചിയും കെട്ടിങ്ങേറ്റ് നല്ല കൊട്ടനാടിനെ വെറുതെ ഇങ്ങനെ ആളയക്കലാണ്. എന്താ ഐതിഹ്യം? അത് നേർച്ച സമയമാകുമ്പോൾ അവിടെ തനിയെ എത്തും. ട്രെയിനിലെല്ലാം കയറി ടിക്കറ്റെല്ലാം എടുത്ത് ഒരു സുഖമായിട്ട് അവിടെ എത്തിയിട്ട് മക്കാമൻ്റെ അടുത്ത് നിന്ന് അർത്ഥങ്ങിയിട്ട് അവിടെ കൂടി ആള് സപ്പടിക്കണം. ഇതാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണം. ഉള്ളാൾ ഇവിടെ അടുത്താണല്ലോ, എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ ബദരീങ്ങളെ പോത്ത് അത് ഇവിടെ ഉണ്ട്. അള്ളാഹു അതിന് അറക്കുമ്പോൾ ബിസ്മില്ലാ പോരെ, അറക്കുമ്പോൾ ബിസ്മില്ലാ പോരെ, എന്നാ പിന്നെ പന്നിനെ കുറിച്ച് അർക്കും കയറ്റി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പോരെ. ആ കൂടുതലാണ് എണ്ണിയത്. ശവം, രക്തം, പന്നിമാംസം, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്. അതങ്ങനെയല്ല പറയല്. ഇതേതാണോ പോത്ത്? ഇത് നമ്മളെ ആണ്ട് നേർച്ചക്കുള്ള പോത്താണ്. അങ്ങനെയല്ല പറയൽ. ആരാണ്ട് നേർച്ച? ഇന്ന ആളെ ആണ്ട് നേർച്ചക്കുള്ള. ഇത് ഉള്ളാത്തക്കുള്ള മൂരിക്കുട്ടനാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയൽ. വ്യത്യാസമൊന്നുമില്ലല്ലോ. കറക്റ്റ്. അപ്പോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടതിന് ഹറാമിന്റെ കൂട്ടത്തിലാണ് എണ്ണിയിരിക്കുന്നത്. അത് സാന്ദർഭികമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. അതേ പ്രകാരം തന്നെ മുൻഖനിഖത്ത്, എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങിക്കൊണ്ട് നാശമടഞ്ഞ മൃഗം, അതേ പ്രകാരം തന്നെ മൗഖൂദത്ത്, അടിച്ചു കൊന്നത്, അതേ പ്രകാരം ഉയരത്തുനിന്ന് വീണ് ചത്തുപോയത്, അതേ പ്രകാരം മൃഗങ്ങൾ തമ്മിൽ കുത്തുകൂടിയും കൊണ്ട് ചത്തുപോയത്, അതേ പ്രകാരം അകലസബ്, മൃഗങ്ങൾ ഭക്ഷിച്ചു പോയത്, ഒമാ ദുബിഹ അലൻ നുസുബ്, പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. അയിപ്പെട്ടവും കൂടിയാണത്. രണ്ട് നിലക്ക്. ഒന്നെന്താന്ന്? അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടത്. രണ്ട്, പ്രതിഷ്ഠകൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. മക്കയിൽ മക്ക ഫത്ഹാകുമ്പോൾ 360 പ്രതിഷ്ഠ കല്ലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തെല്ലാം കൊണ്ടുപോയിട്ടാണ് മൃഗങ്ങളെ അറുക്കൽ. അതാണ് അപ്പൊ ഹറാം ഏതാണ് എന്ന് അള്ളാഹ് അങ്ങനെ വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അമ്പുകോലുകൾ കൊണ്ട് ഭാഗ്യം പരീക്ഷിക്കലും ഹറാമാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കേൾപ്പിക്കപ്പെട്ടത് ഒഴികെ എന്ന് പറഞ്ഞു. ആ ഒഴികെ എന്നത് എന്താണെന്ന് 3-ാമത്തെ ആയത്ത് പറഞ്ഞു. അപ്പൊ 1-ാമത്തെ ആയത്തിനെ 3-ാമത്തെ ആയത്ത് കൊണ്ട് വിശദീകരിച്ചു. ഇതാണ് സ്വഹാബത്തിന്റെ മാർഗം, അള്ളാന്റെ മാർഗം, റസൂലുള്ളാന്റെ മാർഗം. ഇതിനാണ് മൻഹജുസ് സലഫ് ഫീ തഫ്സീരിൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള സ്വഹാബത്തിന്റെ മാർഗം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഡിക്ഷണറി നോക്കി അർത്ഥം പറഞ്ഞ് കണ്ടുപിടിച്ച് ഓൻ അറിയുന്ന പോലെ പറഞ്ഞു ഒപ്പിക്കലല്ല. അത് പാടില്ല. അത് പറയുന്ന നമ്മളെയാണ് എന്ത് പറയുന്നത്? ഇവരാണ് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത് എന്ന്. കാരണം എന്താ? ഉള്ളത് പറഞ്ഞാൽ പൗരോഹിത്യത്തിന് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല, പുരോഹിതന്മാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഒരു ഉദാഹരണം. അടുത്തത് പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അൻആമിലെ 103-ാമത്തെ ആയത്ത്, ലാ തുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ. ലാ തുദ്രിക്കുഹു, അല്ലാഹുവിനെ കണ്ടെത്തുകയില്ല, അൽ അബ്സാറു, ദൃഷ്ടികൾ, കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തുക സാധ്യമേ അല്ല. പിന്നെ അള്ളാഹുവിനെ കാണൂലേ? കാണും. എവിടുന്ന്? പരലോകത്തുനിന്ന്. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ ദൃഷ്ടികൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് കണ്ടെത്തുക സാധ്യമേ എന്ന് പറയുമ്പോ ഒരാൾ പറയാന്ന്, എടോ ഖുർആനിലുണ്ട് അള്ളാഹിനെ കാണൂലെന്ന്. അള്ളാഹുവിനെ കാണുകയില്ല എന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാദിറ
ഇലാ റബ്ബിഹാ നാദിറ. വുജൂഹുൻ പരലോകത്ത് ചില മുഖങ്ങൾ, ഇലാ റബ്ബിഹ റബ്ബിലേക്ക്, നാദിറ റബ്ബിനെ കണ്ടുകൊണ്ട് അവർ പ്രസന്നവതരായിരിക്കും. ഇലാ റബ്ബിഹ നാദിറ റബ്ബിലേക്ക് നോക്കുന്നവരുമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വെറുതെ അങ്ങോട്ട് പറയാന്ന് ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഖുർആനിൽ ഇങ്ങനെയുണ്ട്, കാണും എന്നുണ്ട്. എവിടെ? യൗമഇദിൻ. ഏതാ യൗമഇദിൻ? പരലോകത്ത്. ഇതിനാണ് നമ്മൾ ലിഖാ എന്ന് പറയുന്നത്. മൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അല്ലാഹുവിനെ ലിഖാ ആഗ്രഹിക്കുന്നവൻ സൽക്കർമ്മം വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്തോട്ടെ എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ സൂറത്ത് അൻആമിലെ 103-ാമത്തെ ആയത്തിനെ സൂറത്തുൽ ഖിയാമയിലെ ഈ ആയത്ത് കൊണ്ട് എന്താക്കണം? നമ്മൾ വിശദീകരിക്കണം. അതാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു വളരെ കൂടുതൽ സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ ഇങ്ങനെ. പരലോകത്ത് മനുഷ്യരെല്ലാം മൊത്തത്തിൽ 3 വിഭാഗമായിരിക്കുമെന്ന് സൂറത്തുൽ വാഖിഅയിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു. വകുന്തും അസ്വാജൻ സലാസ. വകുന്തും അസ്വാജൻ സലാസ. നാളെ പരലോകത്ത് മനുഷ്യര് നിങ്ങൾ 3 വിഭാഗമായിരിക്കും, 3 രീതിയിലായിരിക്കും. അത് പാരാന്ന് അതിങ്ങനെ ആലോചിച്ചുണ്ടാക്കി പറയേണ്ടതില്ല. തൊട്ടടുത്ത ആയത്തിൽ ആ വിഭാഗത്തെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ചു. അതെങ്ങനെ? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. 1. ഫഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. 2. വസാബിഖൂന സാബിഖൂൻ. 3. വകുന്തും അസ്വാജൻ സലാസ. 3 വിഭാഗം, 3 കക്ഷികൾ. ഒന്ന് ഏതാ? അസ്ഹാബുൽ, തൊട്ടടുത്ത ആയത്തിൽ അസ്ഹാബുൽ മൈമന സൗഭാഗ്യത്തിന്റെ ആളുകള്, അതാണ് 1-ാമത്തെ കക്ഷി. 2-ാമത്തേത് അസ്ഹാബുൽ മശ്അമ ദൗർഭാഗ്യത്തിന്റെ ആളുകള്. 3-ാമത്തേത് ഫസാബിഖൂന സാബിഖൂൻ റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന ആദ്യമേ മുൻകടന്ന് വന്നവർ. 3 വിഭാഗമായി. ഇനി നമ്മളെ വക ഒരു വ്യാഖ്യാനം അവിടെ പറയേണ്ടതില്ല. ഈ 3 ആരാണ് എന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചു, വ്യാഖ്യാനിച്ചു. അതാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. അതാണ് സലഫിന്റെ മാർഗം. അതാണ് മുഹമ്മദ് നബി സ്വഹാബത്തിനെ പഠിപ്പിച്ച മാർഗം. ആ മാർഗം അവലംബിക്കണം എന്നാണ്, അത് സ്വീകരിക്കണമെന്നാണ്, അത് പിൻപറ്റണമെന്നാണ് നമ്മുടെ പക്ഷം. അല്ലാണ്ട് അറബി അറിയുമെന്ന് കരുതി ഒരു വ്യാഖ്യാന വിശദീകരണം സ്വമേധയാ പറയാൻ പറ്റില്ല. ഖുർആനിലെ പല ആയത്തുകൾക്കും അവതീർണ പശ്ചാത്തലമുണ്ട്, അവതീർണ പശ്ചാത്തലമുള്ള ആയത്തുകളുണ്ട്. അഥവാ അത് അവതരിപ്പിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുള്ളത്. ചിലത് ചോദ്യത്തിന് ഉത്തരമാണ്, ചിലത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അങ്ങ് പറഞ്ഞേക്ക്, ഖുൽ എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയണമെന്ന് കൽപ്പിക്കുന്ന ആയത്തുകളാണ്. ഇനി അടുത്ത ഉദാഹരണം, പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്ത്. ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ ശരിക്കും ഇത് പഠിച്ചിരിക്കണം. എന്നിട്ട് പറയണം, എടോ നീ പറയുന്ന വിഭാഗം അല്ല ഞങ്ങൾ സലഫികളാണ്. സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ സഹാബത്ത് ഖുർആൻ മനസ്സിലാക്കിയ പോലെയുള്ള അതേ വഴി സ്വീകരിക്കുന്നവരാണ്. അതിങ്ങനെയാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട്, ഖുർആനിനെ നബിന്റെ സുന്നത്ത് കൊണ്ട്, അങ്ങനെ അതിന്റെ ക്രമമുണ്ട്. ആ ക്രമത്തിനാണ് മൻഹജു സലഫ് എന്ന് ഞങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് ഞൊടിയുടെ വ്യതിചലിക്കയില്ല ഞങ്ങൾ. അങ്ങനെ വ്യതിചലിച്ചതായിട്ട് തെളിയിക്കുക സാധ്യവും അല്ല എന്ന് പറയാൻ നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. അൽ ബഖറ 228 കാണാം, വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. വൽ മുതല്ലഖാതു തലാഖ് ചൊല്ലപ്പെട്ട സഹോദരിമാർ, യതറബ്ബസ്ന അവർ കാത്തിരിക്കണം, ബി അൻഫുസിഹിന്ന അവരെ സ്വയം ദേഹങ്ങൾ കൊണ്ട്, സലാസത ഖുറൂ 3 ശുദ്ധികാലം.
ഇത് പൊതുവാണ്. തലാഖ് ചൊല്ലപ്പെട്ട സഹോദരിമാർ അഥവാ വിവാഹമോചനം നൽകപ്പെട്ട സഹോദരിമാർ 3 ശുദ്ധികാലം അവരെന്താക്കണം? അവരെ ഇദ്ദ അഥവാ ദീക്ഷാകാലം ആയി അവര് കണക്ക് കൂട്ടണം, അവർ കാത്തിരിക്കണം. അതിന്റെ ശേഷമേ മറ്റ് വിവാഹവും കാര്യവും അന്വേഷിക്കാനൊക്കെ പാടുള്ളൂ അതിന്റെ അർത്ഥം. എന്നാൽ എല്ലാ തലാഖില്ലപ്പെട്ടവർക്കും നിയമം ഇതാണോ? അല്ല. ഇത് അള്ളാഹു പൊതുവിൽ ഒരു നിയമം പറയാന്ന്. ഇനി അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്. അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ് സൂറത്ത് അഹ്സാബിലെ 29-ാമത്തെ ആയത്തിൽ. അതെങ്ങനെയാണ്? ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി, വിശ്വാസികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു, സുമ്മ തല്ലഖ്തുമുഹുന്ന, പിന്നെ നിങ്ങൾ അവരെ തലാഖ് ചൊല്ലിയാൽ, മിൻ ഖബ്ലി അൻ തമസ്സുഹുന്ന, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് മുമ്പ്. വിവാഹം ചെയ്ത് ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടില്ല, വീട്ടിൽ കൂടിയില്ല, അതിന് മുന്നേ തലാഖ് ചൊല്ലിയാൽ ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദ, നിങ്ങൾക്ക് വേണ്ടി അവർ ഇദ്ദ ആചരിക്കേണ്ടതില്ല. തലാഖല്ലേ? തലാഖാന്ന്. ഇദ്ദ ഉണ്ടോ? ഇല്ല. കാരണം എന്തേ? നിക്കാഹ് നടന്നില്ലേ? നടന്നിട്ടുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. അതുകൊണ്ട് തലാഖ്, ആ തലാഖിന് ഇദ്ദ വേണ്ട എന്ന് സൂറത്തുൽ അഹ്സാബ് 29-ാമത്തെ ആയത്തിൽ. അപ്പൊ ഇവിടെ തലാഖല്ലപ്പെട്ട സ്ത്രീകളെല്ലാം 3 ശുദ്ധികാലം അനുഷ്ഠിക്കണമെന്ന് ഖുർആനിൽ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടേ എന്ന് ചോദിക്കണ്ട. അള്ളാഹ് തന്നെ വിശദീകരിച്ചു. അഹ്സാബ് 29-ൽ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് വീട്ടിൽ കൂടുന്നതിന്റെ മുന്നേ തലാഖായാൽ ഇദ്ദ ഇല്ല എന്ന് ഖുർആൻ തന്നെ ഖുർആൻ കൊണ്ട് വിശദീകരിച്ചു. ഇനി അടുത്തത്, തലാഖ് ചൊല്ലപ്പെട്ടത് ഒരു ഗർഭവതിയായ, ഒരു ഗർഭിണിയായ സ്ത്രീയാണെങ്കിലോ പാടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ മറ്റു വിഷയം. അങ്ങനെ വന്നാലോ അവളുടെ ഇദ്ദ എത്ര കാലമാണ്? 3 ശുദ്ധികാലമാണോ? അല്ല. അതാണ് വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യളൈന ഹംലഹുന്ന സൂറത്തു തലാഖ് 4. വഉലാത്തുൽ അഹ്മാലി, ഗർഭിണികളായ സ്ത്രീകൾ, അജലുഹുന്ന അവരുടെ ദീക്ഷാകാലം, ഇദ്ദകാലം, അൻ യളൈന ഹംലഹുന്ന അവരുടെ ഗർഭം അവർ പ്രസവിക്കുന്നത് വരെ ഇദ്ദകാലമാണ്. അപ്പൊ അവിടെ ഇദ്ദ മാറി. എന്താ അങ്ങനെ? അത് അള്ളാഹ് അങ്ങനെ ഒരു സ്ഥലത്ത് പൊതുവിൽ പറയും, എന്നിട്ട് അതിന്റെ വിശദീകരണം മറ്റ് സ്ഥലങ്ങളിൽ പറയും. അത് ഖുർആനിൽ അല്ലാതെ വരുമ്പോൾ ഹദീസായിരിക്കും, റസൂലുള്ള വിശദീകരിക്കും. ഖുർആൻ തന്നെയാകുമ്പോഴോ ഖുർആനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക, വ്യാഖ്യാനിക്കുക, തഫ്സീർ ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യത്തിൽ പറഞ്ഞത് തലാഖല്ലപ്പെട്ടവരെല്ലാം 3 ശുദ്ധികാലം കാത്തിരിക്കണം എന്നാ. എന്നാൽ സ്പർശിക്കുന്നതിന് മുമ്പ് അഥവാ വൈവാഹികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ ആണെങ്കിൽ ഇദ്ദ തന്നെ ഇല്ല. രണ്ടാമത്തേത് ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെ അവളുടെ ഇദ്ദ കാലമാണ് എന്ന് സൂറത്ത് ത്വലാഖിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇടയിൽ സർവ്വവ്യാപകമായി നമ്മൾ പറയുന്ന കാര്യമാണ് കടം വാങ്ങുക എന്നെങ്കിലും, അതേ പ്രകാരം തന്നെ നിക്കാഹ് എന്നെങ്കിലും, അതേ പ്രകാരം ഇടപാടുകൾ നടക്കുക എന്നെങ്കിലും, അതേ പ്രകാരം തന്നെ മരണപത്രം അഥവാ വസിയ്യത്ത് എഴുതി വെക്കുക എന്നെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും 2 സാക്ഷികൾ വേണം. ആ സാക്ഷികൾ നീതിമാന്മാരായിരിക്കണം എന്നത് 3 സ്ഥലത്ത് കൂടിയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വൈദാ തബായഅ്തും വശിദു ഇദാ തബായഅ്തും എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു. നിങ്ങൾ കച്ചവടം, ക്രയവിക്രയങ്ങൾ നടത്തുകയാണെങ്കിൽ സാക്ഷി വേണം എന്ന് പറഞ്ഞു. അൽ-ബഖറയിലെ 282-ാമത്തെ ആയത്തിൽ ആ സാക്ഷികൾ ആരായിരിക്കണമെന്ന് പറഞ്ഞു. സൂറത്തു തലാഖ് 2-ാമത്തെ ആയത്തിൽ വഅശ്ഹിദു ദവൈ അദ്ലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട നീതിമാന്മാരായ 2 ആളായിരിക്കണം സാക്ഷി. അപ്പൊ നീതിമാന്മാരായിരിക്കണം, 2 ആള് വേണം. പുരുഷനാണെങ്കിൽ 2, സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ 3 സ്ഥലങ്ങളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ഒരു സ്ഥലത്ത് മാത്രമല്ല. അതുകൊണ്ട് തന്നെ
നമ്മുടെ സ്വന്തം വക നൽകുന്ന ഒരു വ്യാഖ്യാനവും സ്വീകാര്യമേ അല്ല. അതാണ് നമ്മുടെ നിലപാട്, അതാണ് ഇസ്ലാമിന്റെ നിലപാട്, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതുകൊണ്ടല്ലേ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കൊല്ലം ഒരായത്ത്, അടുത്ത കൊല്ലം വേറൊരായത്ത്, അതിന്റെ അടുത്ത കൊല്ലം മറ്റൊരായത്ത്. എന്താ ആയത്ത് മാറുന്നത്? ആയത്ത് മാറുന്നത് അങ്ങനെ സംഭവമല്ല, അങ്ങനെ സംഭവമല്ല. വസ്അൽമൻ അർസൽനാം കുറെ കാലം ഓതി നടന്ന് ആ ആയത്ത് ഓതിങ്ങേറ്റ്, പിന്നെ ഇന്നമാ വലിയല്ലാഹു വറസൂലുഹു എന്ന ആയത്ത് ഓതി. കാരണം എന്താ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, ദ്വാരക്കാൻ, സങ്കടം പറയാൻ, തേടാൻ ഒരു ആയത്ത് ഇലാ യൗമിൽ ഖിയാമ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കയില്ല. കാരണം ഖുർആൻ ഇറക്കപ്പെട്ടത് തന്നെ തൗഹീദിന് വേണ്ടിയാണ്. പിന്നെ എങ്ങനെ ശിർക്കിന് തെളിവായി ആയത്ത് അതിലുണ്ടാവല്? അതുകൊണ്ടാണ് കൊല്ലം കൊല്ലം മാറ്റി മാറ്റി ഓടുന്നത്. വസ്അൽമൻ അർസൽനാം ഒരിക്കൽ ഓതി, പിന്നെ ഇന്നമാ വലിയക്കുമുല്ലാഹിയായി. അതെങ്ങനെ മാറല്? ആയത്തൊന്നിൽ നമ്മൾ കാലാകാലവും പറയാനുള്ള എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അള്ളാഹുവിന്റെ ഉടമാവകാശത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ കൂടെ ഇലാ യൗമിൽ ഖിയാമ വരെ നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് തന്നെ നാളെയും പറയാനുള്ളത്. 100 കൊല്ലം കഴിഞ്ഞിട്ടും പറയാനുള്ളത് ഈ ആയത്ത് തന്നെയാണ്. 200 കൊല്ലം കഴിഞ്ഞിട്ട് ഭൂമി ഇവിടെ ഹയാത്തിലുണ്ടെങ്കിൽ അപ്പോൾ ഓതാനുള്ളത് ഈ ആയത്ത് തന്നെയാണ്. കാരണം എന്താ? അതങ്ങനെയാണ്, അത്രേ ഉള്ളൂ. വേറെ നമ്മളെ വക ഉണ്ടാക്കി ഓതലും പിടിക്കലും നമ്മളെ വക ഫിറ്റാക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതാണ് അതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, സലഫിന്റെ മന്നജിന്റെ എന്ന് പറയാൻ കാരണം. ഇനി ഞാൻ നിങ്ങളെ ഓടിക്കേൽപ്പിച്ച് ആമുഖമായി സൂറത്ത് യൂനുസിലെ 62, 63. അതെന്താ? അലാ അറിയണം, ഇന്ന ഔലിയ അല്ലാഹി, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല, വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുന്നവരോ ദുഃഖിക്കുന്നവരോ അല്ല. കറക്റ്റ് അല്ലേ? ആരാന്ന് ഈ ഔലിയ? ആരാന്ന് ഔലിയ? കുളിക്കാതെ അലക്കാണ്ട് മുറുക്കി തുപ്പി എല്ലാം കൂടി ഒലിപ്പിച്ചിങ്ങേറ്റ് റോഡിലെവിടെങ്കിലും പോയി ഇരുന്ന് ജുമാക്കും ജമാഅത്തിനും പങ്കെടുക്കില്ല, ആളുകൾ വിളിച്ചാൽ പള്ളിയിലേക്ക് ഇവിടെ വരികയില്ല, ഓനാന്ന് വലിയുള്ളായി. വേറൊരു പച്ച പുറപ്പുണ്ടായ മൊത്തക്കയായ വലിയുള്ളായി അല്ലേ? അങ്ങനെയാണോ? അല്ല, നിങ്ങൾ പറയും ഞാൻ കള പറയാന്ന്. എന്നിട്ട് കുടിച്ച വെള്ളം, ചായ കുടിച്ചതിന്റെ ബാക്കി വേറെ ആക്കി കൊടുക്കൽ. ഓ, ബർക്കത്തിന് വേണ്ടി കുടിക്കൽ. ഇവൻ കുടിച്ചതിന്റെ ബാക്കി ബർക്കത്തിന് വേണ്ടി കുടിച്ചത്. ഇതെന്താ റസൂലുള്ളാഹിയാണ്? ഇതാണ് ഔലിയ. നാട്ടിലെ ഔലിയ, ഏട്ടിലെ ഔലിയല്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് തൊട്ടടുത്ത ആയത്തിൽ, ആരാണ് ഔലിയ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ നിങ്ങൾ മനസ്സിലാക്കിയ അലക്കാത്തവനോ കുളിക്കാത്തവനോ മുറുക്കി തുപ്പിയും കൊണ്ട് ഷർട്ടിലൂടെ ഒലിപ്പിക്കുന്നവനോ കുളിക്കാണ്ടും വൃത്തില്ലാണ്ടും നടന്നുകൊണ്ട് റോഡിന്റെ മൂലക്കേടെങ്കിലും പോയിരുന്നെങ്കേറ്റ് ജുമായിൽ പങ്കെടുക്കാത്ത, ജമാഅത്തിൽ പങ്കെടുക്കാത്ത, തോന്നിയത് വിളിച്ചു പറയുന്ന മാനസിക രോഗി അല്ല ഔലിയ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലദീന ആമനൂ തൗഹീദുള്ളവനാണ്, വകാനൂ യത്തഖൂൻ അവൻ മുത്തഖിയുമാണ്. വകാനൂ യത്തഖൂൻ, മുത്തഖി എന്ന് പറഞ്ഞാൽ ശിർക്കിനെ സൂക്ഷിക്കുന്നവനാണ്. ഒന്നാമത്തെ തഖ്വയുടെ അടയാളം അതാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തഖാഉ ശിർക്ക്, ശിർക്കിനെ പേടിക്കൽ. അങ്ങനെ ഉള്ളവനാണ് ആര്? ഔലിയ. നമ്മുടെ നാട്ടിലോ ഇപ്പോ ഒരു ഉദാഹരണം പറയൽ, ഒരു ദിവസം ഈ കുളത്തുനിന്ന് വെള്ളം ഇങ്ങനെ മുക്കി തകുന്ന് ഒരു കാക്ക. ആരോ പോയിട്ട് ചോദിച്ച്, അല്ല എന്താ ഈ കുളത്തിലെ വെള്ളം നിങ്ങൾ ഇങ്ങനെ വെറുതെ മുക്കി തകി ഒഴിവാക്കുന്നു? അപ്പൊ പറഞ്ഞു, ഹറമിനെ തീ പിടിച്ചു. ഹറമിനെ തീ പിടിച്ചെന്ന് കേരളത്തിൽ നിന്നാണ് വെള്ളം പോയി വയ്ക്കൽ. അവിടെ ഫയർഫോഴ്സ് ഇല്ലേ? മെന്റൽ ബെറീസ് ഉള്ള ആളാണ്. നിങ്ങൾ പറയും ഇങ്ങനെ പറഞ്ഞാൽ അവരെ കുരുത്തക്കേട് പറ്റും. ഒന്നും വരാനില്ല.
ഒരു വസ്തു വരാനില്ല, വെറുതെ പറയാന്ന്. ഇതൊക്കെ മാനസിക രോഗികളാണ്. രണ്ടാമത്തെ ഒരുത്തൻ കിണറുന്നുണ്ട്, വെള്ളം കോരി ഒഴിവാക്കുന്നു. അപ്പൊ ചോദിച്ച് ഓരോട് പോയിട്ട് ചോദിക്കാന്ന്, ഈ നല്ല വെള്ളം എന്തിന് കോരി ഒഴിവാക്കുന്നു? അപ്പൊ സംസം കിണറിൽ നായി ചാടി. സംസം കിണറിൽ നായി ചാടി ഇത് ഒഴിവാക്കാനാണ്. സംസം കിണറിൽ നായിയുടെ സൗദി ഗവൺമെന്റ് നോക്കാൻ ആളാക്കിയില്ലേ? ഈ ആദി കുറെ മാനസിക രോഗികളെ വലിയുള്ളാഹിയാക്കിയും കൊണ്ട് ആണ്ടറാത്തീപ് നേർച്ച ഉറൂസുകൾക്ക് ഉദ്ഘാടനം, അവരുടെ ദ്വാക്ക് നേതൃത്വം നൽകാൻ നിശാസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. തൗഹീദില്ലാത്ത, തഖ്വയില്ലാത്ത, ജമാഅത്തിൽ പങ്കെടുക്കാത്ത, വെടുപ്പും വൃത്തിയില്ലാത്ത, അലക്കാത്തയും കുളിക്കാതെയും നടക്കുന്ന ആ സൈസ് അല്ല വലിയുള്ളാഹി. അല്ലദീന ആമനൂ. അപ്പൊ നമ്മളെ വക ഇനി ഔലിയൻ ഉണ്ടാക്കണ്ട, ഇത് നോക്കിയാൽ മതി. ഈ തഖ്വ ഉണ്ടോ, തൗഹീദുണ്ടോ, അവനൊക്കെ ഔലിയ എന്ന പട്ടികയിൽ പെടും. അതൊരു സർട്ടിഫിക്കറ്റ് അല്ല, അതൊരു ജാതിക്ക് പറയുന്ന പേരല്ല, അതൊരു വിഭാഗത്തിന് പറയുന്ന പേരല്ല. വിഭാഗം ഏതാ? ആമനു വക്കാനു യത്തഖൂൻ. ഈമാനും തഖ്വയും ഉള്ളവൻ. ഈമാനും തഖ്വയും ആർക്കുണ്ടോ അവനെല്ലാം വലിയ ഔലിയ എന്നുള്ളതിന്റെ ബഹുവചനാണ്. വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഔലിയ എന്ന്. അള്ളാഹ് പറഞ്ഞ അങ്ങനെയാണ്. നമുക്ക് അതേ പറയാൻ കഴിയും. വേറെ പച്ചപ്പുറത്ത് പുതച്ചുണ്ടാക്കിയോണ്ടല്ല ഔലിയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ? ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്. നാട്ടിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇത്തരത്തിലുള്ള ശിർക്കുകളും കുഫറുകളും എല്ലാം നീങ്ങിപ്പോകും. അതുകൊണ്ടാണല്ലോ ആദ്യം എന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കേണ്ടത് ഇല്ല. പഠിക്കൽ ആകെ വുജൂബുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രം. അത് തന്നെ ഓതാൻ വേണ്ടി മാത്രം, അതിലപ്പുറത്തേക്ക് വേണ്ടതില്ല. അർത്ഥം പഠിക്കണ്ട, വ്യാഖ്യാനം പഠിക്കണ്ട. പഠിച്ചാൽ വൻ സലഫി ആവും. അങ്ങനെ വരുമ്പോൾ പൗരോഹിത്യം നഷ്ടപ്പെടും. അതന്നെ. ഇനി ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് ഇൻഷാ അള്ളാഹ് തുടർന്ന് നമ്മൾക്ക് പറയാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാം നിങ്ങൾ, ഖുർആൻ ഒരു പച്ചയായ അറബി ഗ്രന്ഥം അല്ല. അതൊരു അറബി ഗ്രന്ഥമല്ല, അള്ളാന്റെ കലാമാണ്. അതൊരു പുസ്തകമല്ല. വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ പറ്റില്ല. അർത്ഥം അറിയുന്നു എന്ന് കരുതി ഭാഷാപരമായ അർത്ഥം പറയാൻ പറ്റില്ല. ഈ നിബന്ധനകൾക്ക് വിധേയമായി അല്ലാതെ ഖുർആനെ വ്യാഖ്യാനിക്കാനേ പറ്റില്ല. ഇത് പറയുന്ന നമ്മളെ നേർക്കാന്ന് ഇവർ പറയുന്നത്, അവർക്ക് തോന്നിയമാതിരി ഖുർആൻ പറയാന്ന്. അതെന്താ? ഒന്നാമത്തെ കാര്യം അള്ളാനെ മാത്രം ആരാധിക്കണം, അവിടെ തന്നെ പോയി കാര്യം. അള്ളാഹ് മാത്രം ദ്വാരക്കണം, അവിടെ തന്നെ കാര്യം നഷ്ടപ്പെട്ടു. കാരണം എന്താ? ഇവിടെ മെയ്തീൻ ജയിക്കും അമ്പറത്ത് തങ്ങളും ഉള്ളാളും മറ്റു ആളെല്ലാം ദ്വാരക്കണം. അപ്പൊ പിന്നെ ഖുർആൻ പഠിക്കണ്ട. ഖുർആൻ പഠിച്ചാൽ അള്ളാഹ് മാത്രം ദ്വാരക്കണ്ടല്ലോ. ഖുർആൻ പഠിക്കാണ്ടിരുന്നാലോ ഈ പരശതം കോടി ജനങ്ങളോട് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാ പഠിക്കണ്ടെന്ന് പറഞ്ഞേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.